കലാമണ്ഡലം സത്യഭാമ, ആ പേര് അങ്ങനെ ഇങ്ങനെയൊന്നും മലയാളി സമൂഹം മറക്കില്ല. RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ മാത്രമല്ല, ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ഡാൻസ് ഫോമിനെയൊക്കെ സൗന്ദര്യം കൊണ്ട് മാത്രം അളക്കുന്ന ഒരു ടീച്ചർ, അല്ലെങ്കിൽ വകതിരിവ് ലവലേശമില്ലാത്ത ടീച്ചർ എന്ന വിളിക്ക് പോലും അർഹതയില്ലാത്ത ഒരു ടീച്ചർ. കലാമണ്ഡലം എന്നുള്ള പേര് ഔദ്യോഗികമായി ആ സ്ഥാപനം തന്നെ അവരുടെ പേരിന് മുമ്പിൽ നിന്ന് എടുത്തു മാറ്റിയെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇപ്പോഴും ആ പേര് തന്നെയാണ് തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായി എന്തായാലും വലിയ രീതിയിൽ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ മലയാളികൾ തന്നെ മറന്നു തുടങ്ങിയ സമയത്ത് ശാരിക എന്തായാലും കലാമണ്ഡലം സത്യഭാമ വീണ്ടും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മറ്റേ നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന കണക്ക് നാക്കെടുത്ത തെറിയുടെ പൂര, അതാണ് കാര്യം. ലൈവ് കണ്ടായിരുന്നോ? അയ്യോ, ഞാന് അവരുടെ ഈ ഒരു വിഷയം, അതായത് സ്ത്രീകൾക്ക് വന്ന അവരുടെ ഷൂട്ട് ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകർക്കൊന്നും സൗന്ദര്യമില്ല എന്നതിന്റെ ഒരു സംവാദം കണ്ടുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇവരുടെ ലൈവ് കയറി വന്നത്. കണ്ടിട്ട് ഞാൻ ഇട്ടിട്ട് ഓടുമായിരുന്നു ഫോൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, ഇവരിൽ നിന്ന് ഒരിക്കലും നമ്മളെ ഒരു പ്രേക്ഷകർ എങ്ങനെയാ അത് ഇവര് നിറത്തിന്റെ പേര് പറഞ്ഞ ഒരു സംസാരം അവര് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കാനും തയ്യാറല്ല. അപ്പൊ ഒരു അഹങ്കാരിയായ ഒരു അഡമന്റായുള്ള സ്ത്രീയാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇത് പറയുന്നത് എന്നെ ഒരു പച്ചത്തറി വിളിക്കുമായിരിക്കും. അപ്പൊ അവരെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവർ പറയുന്നുണ്ട്. ഓരോരുത്തരെ വെച്ചിട്ട് അവര് ലൈവ് അങ്ങ് വെച്ചിട്ട് വലിയ അഭിമാന പുരസ്കാരം വെച്ചിട്ട് അവര് ഓരോരുത്തരെയും എടുത്തു വെച്ച് പച്ചക്ക് ഇരുന്ന് വിളിക്കും. ഇപ്പൊ നമ്മുടെ താഴെ വരുന്ന, നമ്മുടെ ഒഫീഷ്യൽ ചാനലിന്റെ താഴെ വരുന്ന കമന്റുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കാം. അല്ലെങ്കിൽ ഇന്ന കമന്റുകൾ വെച്ചിട്ട് എത്രയോ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഈ തറ റിയാക്ട് വ്ളോഗേഴ്സിനെക്കാളും ഭൂലോകൂതറയായി നമ്മൾ ഒരു സമയത്തൊക്കെ നാഗസൈരന്ധ്രയൊക്കെ ആയിരുന്നു അവർക്ക് എത്രയോ ഭേദം അല്ലേ? ഇവരായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല എന്റെ മോനെ. അവർക്ക് എത്രയോ ഭേദം എന്ന് പറയേണ്ടി വരും. നമ്മളൊക്കെ ഈ ഫോക്കസ് ന്യൂസ് TV ഒക്കെ ആ സമയത്ത് ഇവരുടെ ഇന്റർവ്യൂ എടുക്കാൻ പോയിരുന്നു. പല ആൾക്കാരും വലിയ വലിയ പ്രൊവോക്കേഷനൊക്കെ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അവരുടെ ഒരു പ്രായം ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ വളരെ സഭ്യമായ ഭാഷയിലൊക്കെ തന്നെയാണ്, സഭ്യമായ ഭാഷയിലടുത്ത് എല്ലാ മാധ്യമപ്രവർത്തകരും ചോദ്യം ചോദിച്ചിരുന്നത്. എങ്കിൽ പോലും പ്രവോക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ച് തന്നെ വളരെ മാന്യമായ രീതിയിൽ എത്രത്തോളം അവരുടെ പെരുമാറ്റം അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ പോലും വളരെ മിതമായ രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ആ സമയത്ത് പോലും അവർ പ്രതികരിക്കുന്ന രീതി വളരെ വൈൽഡായിട്ടായിരുന്നു. നമ്മൾ ചില ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്താൽ കൊടുത്തത്. അതായത് അവർ പ്രയോഗിക്കുന്ന ഭാഷയുടെ രീതിയാവട്ടെ, അവസാനം ദേഷ്യപ്പെട്ട് അവരുടെ ഉണ്ടായിരുന്ന കസേരയൊക്കെ ഇവർ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. എന്തൊരു വല്ലാത്തൊരു മെന്റൽ സ്റ്റേറ്റിലായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ അതിന്റെ 10 മടങ്ങ് എന്തോ ഒരു മാനസിക വിഭ്രാന്തി എന്ന് പോലും തോന്നിക്കുന്ന അവസ്ഥയിലേക്ക് സത്യഭാമ മാറിയിരിക്കുന്നു. സത്യഭാമ എന്ന് ശരിക്കും എനിക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ടീച്ചർ എന്നൊക്കെ പറഞ്ഞൊരു പദവിക്ക് നമ്മൾ കൊടുക്കുന്ന, മലയാളികൾ കൊടുക്കുന്ന ബഹുമാനം മനസ്സിലുണ്ട്. ആ ഒരു വേഡിങ്ങിന് ഒരിക്കലും അർഹയല്ലാത്തൊരു പ്രായമുള്ള സ്ത്രീ എന്ന് മാത്രമേ അവരെ പരിഗണിക്കാൻ സാധിക്കൂ. അതെ, അവര് തന്നെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നത് കണ്ടില്ല, 67 വയസ്സുണ്ട് എനിക്ക്, ഞാൻ 67 വയസ്സുകാരി, നീ എങ്ങനെയാടി ഇരിക്കുന്നത്? അങ്ങനെ ഒരു വൃത്തികെട്ട സംഭാഷണ ശകലങ്ങൾ. അതായത് ഒരു ടീച്ചർ എന്ന് ഈ ജയ് പറഞ്ഞ പോലെ എങ്ങനെയാണ് അവരെ വിളിക്കുക? ഇപ്പോൾ എന്ത് ഒരാൾ നമ്മളെ പഠിപ്പിച്ചത്, പ്രത്യേകിച്ചും ഈ നൃത്തമൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം. നമ്മുടെ ശോഭന, സിനിമാ നടി ശോഭന, നമുക്ക് അവരെ ഒന്നും ശോഭന എന്ന് കടുപ്പിച്ച് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ നൃത്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരൊരുപാട് പേർക്ക് ഗുരുസ്ഥാനീയാണ്. ഈ കലാമണ്ഡലത്തിലുള്ള മിക്കവരും ഇപ്പം RLV ഉണ്ണികൃഷ്ണനെയൊക്കെ പോലെ, RLV ഉണ്ണികൃഷ്ണനെ അപമാനിച്ചെന്നും പറഞ്ഞാണല്ലോ നൃത്തത്തിന്റെ പേരിൽ വലിയ വിവാദത്തിലേക്ക് അവർ ചെന്നു. അപ്പൊ നമ്മൾ ഓർത്തു ഓക്കെ, സ്വാഭാവികമായിട്ട് സംഭവിച്ചൊന്നായിരിക്കും, അവരുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അവർക്ക് സമ്മതിക്കാനുള്ള മടി കൊണ്ട് അവർ സമ്മതിക്കാത്ത സമയങ്ങളിലൊക്കെ RLV രാമകൃഷ്ണനെ പറ്റിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ചാലക്കുടിയിലൊക്കെ എത്രയോ കലാകാരന്മാർ വേറെ ഉണ്ടെന്നൊക്കെ ആയിരുന്നു ഒരു മെഴുകൽ. പക്ഷെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് തന്നെ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അതിന്റെ പേരിൽ കേസെടുത്തത് പച്ചയ്ക്ക് ഇപ്പൊ പറഞ്ഞല്ലോ. ഈ നിറത്തിൽ കാര്യമുണ്ട് അല്ലെങ്കിലും. എന്നിട്ട് ആ ന്യൂസ് റീഡർ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പം നിറമില്ല, അതായത് കുച്ചിപ്പുടി അല്ലെങ്കിൽ ഈ പറയും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർക്ക് സൗന്ദര്യം വേണം, സൗന്ദര്യത്തിനൊക്കെ പ്രത്യേക കോളമുണ്ട്. കുറച്ചെങ്കിലും സൗന്ദര്യമില്ലാത്തവരെ എങ്ങനെയാണ് ഇത് ചെയ്യാന്നൊരു വളരെ പുച്ഛഭാവത്തിൽ. സത്യത്തിൽ കല നിറത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇവരെ പോലുള്ള ആൾക്കാരല്ലേ പറയുന്നത്. ഒരിക്കലും യഥാർത്ഥ കലാകാരൻ, നമ്മുടെ കലാഭവമണി യഥാർത്ഥ കലാകാരനല്ലേ? അദ്ദേഹത്തിന്റെ കലകളൊക്കെ ഈ കറുപ്പിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹം തൊലിവെളുപ്പിൽ നിന്നോ തൊലിക്കറുപ്പിൽ നിന്നോ ഉണ്ടായതാണോ? അതൊരു ദൈവികമായിട്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും കരുതിയിരിക്കുന്നത്. ഇപ്പം നൃത്തം പഠിക്കാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്, പാട്ട് പാടാനുള്ള കഴിവ്, ഇതൊക്കെ ദൈവികമായിട്ടുള്ള കഴിവുകളായിട്ടാണ് നമ്മൾ പണ്ട് കാലം തൊട്ടേ കേട്ടുവരുന്നത്. അങ്ങനെയുള്ളവരെ നിന്നും പോയിട്ടുള്ളൂ. അത് കറുപ്പെന്നോ വെളുപ്പെന്നോ ഒരു ഡിസ്ക്രിമിനേഷൻ കൊടുത്തില്ല. നമ്മൾ ശരിയാണ്, ആ ഡിസ്ക്രിമിനേഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഫെയർ സ്കിന്നിന്, മോഡലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഫെയർ സ്കിന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമൂഹം ഇന്നും തുടരുന്നു. പക്ഷെ അത് മാറി ഇന്ന് ഡാർക്ക് സ്കിന്നിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് മിക്ക ബോളിവുഡിലും ഹോളിവുഡിലും എല്ലാം. ഹോളിവുഡിലൊക്കെ അത് പണ്ടേ ആയി കഴിഞ്ഞിരിക്കുന്നു, ഡാർക്ക് സ്കിന്നിനെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ മോഡലിംഗ് ഫീൽഡിൽ, സിനിമാ ഫീൽഡിലൊക്കെ ഹാലിബെറി പോലുള്ള പ്രശസ്ത നടിമാരൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലും അത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലാണ് ഇതുപോലുള്ള പുഴുക്കുത്തുകൾ എന്ന് പറഞ്ഞാൽ നിറം, ജാതി, ഇവര് പക്ക മറ്റേ എന്താ പറയുക, മത തീവ്രവാദി എന്ന് വേണമെങ്കിൽ പറയാം. മത തീവ്രവാദി, ഫ്യൂഡൽ ചിന്താഗതിയുള്ള ഒരു സത്യം, ഫ്യൂഡൽ മാടമ്പിനി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഭാഷ മലയാളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതും പോട്ടെ,
ഈ കലാമണ്ഡലത്തിലെ ഒരു ഈ എന്താ പറയുന്നത്, പണ്ടത്തെ ദേവദാസിമാർ ഇതിൽ എത്രയോ ഭേദമായിരുന്നു തോന്നുന്നു. കാരണം അവർക്ക് ഇങ്ങനത്തെ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടോ രാജകൊട്ടാരത്തിലെ ദേവദാസിമാര്? നമ്മൾ ഇത് ഐതിഹ്യങ്ങളിലോ പുരാണ കഥകളിലോ നമ്മൾ അങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷെ ഇവരെന്താണ് ലൈവിലിരുന്ന് പറയുന്നത്? എന്തായാലും ഈ അവസാനം വന്നിരുന്ന ലൈവില് പ്രധാനമായിട്ടും ഈ മല്ലികാ സുകുമാരൻ സത്യഭാമയ്ക്ക് നേരെ നടത്തിയ ചില പരാമർശങ്ങളാണ് വല്ലാണ്ട് സത്യഭാമയെ പ്രൊവോക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം, സത്യഭാമ എന്ന് തന്നെ വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാര്യം ആ ഒരു ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ആ ഒരു ബഹുമാനം പോലും അവർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഓരോ കമൻറ്റുകൾക്കും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പച്ചത്തെറി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് പറയുന്നു, അച്ഛന് പറയുന്നു, അമ്മയ്ക്ക് പറയുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോ കണ്ടിട്ട് നീ കൂലിപ്പണിക്ക് പോകുന്നവനല്ലേ, അല്ലെങ്കിൽ നീ കക്കൂസ് കഴുകാൻ പോകുന്നവനല്ലേ, നിന്നെ കണ്ടാൽ അറിയാം നീ പണിക്ക് കൊള്ളുന്നവനാണ്. അത് നമ്മൾ ചിന്തിക്കണം. ഒരു പ്രൊഫഷനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു സൗന്ദര്യം എന്ന് പറയുന്ന ആപേക്ഷികമായ ഒരു കാര്യമാണ്. ശരിക്കും എനിക്കൊരു പക്ഷേ സൗന്ദര്യം എന്ന് പറയുന്ന എൻ്റെ സങ്കല്പത്തിലായിരിക്കില്ല ശാരീരികയുടെ സൗന്ദര്യ സങ്കല്പം. അതൊക്കെ നമുക്കൊരു പരിധിവരെ അംഗീകരിക്കാം. പക്ഷേ വർണ്ണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ രൂപത്തിൻ്റെ ഒക്കെ പേരിലാണ് അവർ ആൾക്കാരെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ചെയ്യുന്ന ജോലിയുടെ പേരിൽ ആൾക്കാരെ വിലയിരുത്തുന്നതൊക്കെയുള്ള വളരെ സാമൂഹികമായിട്ടുള്ള വിപത്തായി സത്യഭാമയെ പോലുള്ള മനുഷ്യർ മാറുകയാണ്. തീർച്ചയായിട്ടും. കാരണം ഇവർക്കെതിരെയൊക്കെ നിയമ നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് വ്ളോഗർമാരെ പിന്നെ എന്തിനാണ് നമ്മൾ കുറ്റം പറയുന്നത്? അവർ ഇതിലും അന്തസ്സായിട്ടാണല്ലോ ഇരുന്ന് പറയുന്നത്. അവർക്ക് യൂട്യൂബിന് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും, അവർ പ്രൊഫഷണൽ വ്ളോഗർമാരാണ്. അത് പേടിച്ചിട്ട് അവർക്ക് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ മ്യൂട്ട് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത്. ഇവർക്ക് ആരെയും പേടിയില്ലാത്ത പോലെ ഞാൻ ജഗ്വാർ വാങ്ങിച്ചിട്ട് ഇവർ ജഗ്വാർ വാങ്ങിച്ച് നാട്ടുകാർക്ക് തന്നെ ഇവരൊക്കെ മറ്റേ നാട്ടുകാരുടെ നെഞ്ചത്തൂർ അത് കയറ്റി ഇറക്കും. ആരെങ്കിലും ഒക്കെ ഇടിച്ചു കൊല്ലാനൊന്നും ഇവർ മടിക്കത്തില്ല. അത്രയ്ക്ക് എന്തൊരു കിളി പറന്നു പോയാൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഒരു വൈറൽ സ്റ്റാർ ആണ് രേണുസുതി എന്ന് പറയുന്നത്. രേണുസുതിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, നമ്മളെ സബ്ജക്ട് എടുക്കുന്നില്ലെങ്കിൽ പോലും. അവരെന്ത് അന്തസ്സായിട്ട് റിയാക്ട് ചെയ്യുന്നത്? അവർക്കൊരു പ്രൊഫൈൽ ഇല്ല പറയാൻ. അവർ നർത്തകിയൊന്നുമല്ല, അവർ പ്രൊഫഷണൽ ഡാൻസറോ പ്രൊഫഷണൽ ആക്ടറോ ഒന്നും ആയിട്ടില്ല. അവർ ബഡ്ഡിംഗ് സ്റ്റാർ ആണ്. അവരുടേതായ കഴിവുകൊണ്ട് അവർ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. പക്ഷെ അവര് പോലും അവർക്കെതിരെ എന്തോരം നമുക്കറിയാം, നമുക്ക് സഹിക്കാൻ വയ്യാത്ത സൈബർ ബുള്ളിങ്. അവരുടെ മകനെ വെച്ച്, അവരുടെ ഇളയ മകനെ വെച്ച്, അവരുടെ അച്ഛനെയും അമ്മയും മരിച്ചുപോയ ഹസ്ബൻഡിനെയും, പിന്നെ ഇനി അവരുടെ കൂടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ വെച്ചിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർ ലൈവ് വരാറുണ്ട്. അവർ വന്നാലും വളരെ മാന്യതരെ ഏറ്റവും ചെറിയ ലംഘനങ്ങൾ മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ. ഏറ്റവും സഭ്യതയിലാണ് അവർ സംസാരിക്കുന്നത്. സത്യത്തിൽ ഈ രേണുസുതിയൊക്കെയാണ് ഇവർ കണ്ടുപിടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും പോലും ഇല്ലാത്ത അവരെയൊക്കെ പറയുന്നതിന് 100 അംശം ഇവരെ പറയും. സത്യത്തിൽ ഈ രേണുസുതി പറയാൻ നടത്തുന്നത് ഇവരെയൊക്കെയല്ലേ ശരിക്കും എടുത്തിട്ട് അമ്മാനം ആടേണ്ടത് ലൈവില്. തീർച്ചയായിട്ടും പറഞ്ഞ കണക്ക് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ഈ കണ്ടു കാണത്തില്ല. ഒരു മെജോറിറ്റി ആൾക്കാരാണെങ്കിലും സത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു ടീച്ചറിന്റെ ലൈവ് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് പറയുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയധികം രൂക്ഷമായിട്ട് സത്യഭാമയ്ക്കെതിരെ പ്രതികരിച്ചു എന്നറിയണമെങ്കിൽ ഒരു വട്ടമെങ്കിലും ആ ഒരു ലൈവ് എടുത്ത് കാണും. ജസ്റ്റ് സത്യഭാമ എന്ന് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കലാമണ്ഡലം സത്യഭാമ എന്ന ഫേസ്ബുക്കിൽ പേജിൽ അവരിട്ടിരിക്കുന്ന ലൈവ് കാണാൻ സാധിക്കും. ഒരു സ്ത്രീ പോട്ടെ, ഒരു ടീച്ചർ എന്ന പരിഗണന വേണ്ട, അല്ലെങ്കിൽ നൃത്ത അധ്യാപിക എന്നുള്ള പരിഗണന കൊടുക്കേണ്ട, സാധാരണഗതിയിൽ സംസ്കാരം തൊട്ട് തീണ്ടാത്ത ഒരു സ്ത്രീ പോലും ഇത്രയും സഭ്യമല്ലാത്ത ഭാഷയിൽ പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. ആ രീതിയിലായിരുന്നു അവരുടെ പേരെടുത്തുകൊണ്ടുള്ള പല വളരെ സില്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ പരിഹാസ രൂപേണ പോലും അല്ലെങ്കിൽ അല്പം പോലും പ്രൊവോക്കേറ്റീവ് ആവാത്ത ചില കമൻറ്റുകൾക്ക് പോലും അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിൽ, വളരെ മോശമായ ഭാഷയിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പോലും തെറി വിളിക്കുന്ന ഒരു രീതിയിലേക്ക് ടീച്ചർ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെയൊക്കെ കലാമണ്ഡലം പദവി എടുത്ത് കളഞ്ഞല്ലോ. അത് വളരെ നന്നായി. ഒരു പദവിക്കും അർഹയല്ലാത്ത സത്യഭാമ എന്ന ആ ഒരു സ്ത്രീ, അവരെ ടീച്ചർ എന്നൊന്നും ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. അവരാരാണ് അവർക്ക് ഒരുപാട് അവർ പറയുന്ന കേൾക്കുന്ന സത്യഭാമയെ അറിയാവുന്ന ആരൊക്കെ ഉണ്ടെന്ന് അവർ ലൈവിലൂടെ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. അവരെ ലൈവിൽ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് ഒരിക്കലും തന്നെ പറയാൻ പറ്റത്തില്ല. ലൈവിൽ ഇരുന്ന് ആക്രോശിക്കുകയത് ചെയ്തു. അപ്പൊ ആ ആക്രോശത്തിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. ജനങ്ങൾ അവരെ ഇനി തിരിച്ച് ഇതിലും വലിയ എയറിൽ കയറ്റി വിട്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയുക, അശ്ലീലം അസഭ്യം എന്ന് പറയാൻ പറ്റില്ല, അശ്ലീലമായിട്ടുള്ള ഭാഷകളാണ് അവർ സംസാരിക്കുന്നത്. സത്യത്തിൽ ഇവർ കലാമണ്ഡലത്തിൽ എങ്ങനെയാണ്, ഇവർക്ക് ശരിക്കുള്ള യോഗ്യതയൊക്കെ ഉണ്ടോ? ഒരു മുദ്ര കാണിക്കാൻ പറഞ്ഞ കാണിക്കൂ? എനിക്കറിയില്ല, എനിക്ക് സംശയമാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തുള്ള ടീച്ചർമാരുടെ പോലും അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപിക എന്നൊക്കെ പദത്തിനും ആ ഒരു പ്രൊഫഷനും ഒക്കെ മലയാളികൾ കൊടുക്കുന്ന വിലമതിക്കാൻ പറ്റാത്തൊരു വിലയാണ് മലയാളികളുടെ മനസ്സിലുള്ളത്. അതിനെയൊക്കെ പോലും ആ ഒരു പ്രൊഫഷനെ പോലും അങ്ങേറ്റം കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് സത്യഭാമ ടീച്ചറിൻ്റെയൊക്കെ പദപ്രയോഗങ്ങളും അവരുടെ അംഗവിക്ഷേപങ്ങളും അല്ലെങ്കിൽ ആ രീതിയിൽ അവരുടെ അടിമുടി സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ശാരീരിക കുറേ നാളായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു മീഡിയ അറ്റൻഷൻ കിട്ടി വീണ്ടും ലൈവ് ലൈറ്റിൽ നിൽക്കാനുള്ളൊരു തത്രപ്പാട് കൂടിയാണ് എന്ന് കണ്ടറിയേണ്ടതുണ്ട്. കാര്യം
ഫേസ്ബുക്കിൽ നിന്നൊക്കെ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടെന്നൊക്കെ സത്യഭാമ ടീച്ചർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ വീണ്ടും ഒരു മീഡിയ അറ്റൻഷൻ കിട്ടി, ഇന്റർവ്യൂസ് ഒക്കെ വരാൻ ഇന്റർവ്യൂസ് തരണമെന്നല്ല ലോക തറയായി ഈ കാണിച്ച പരിപാടി. എന്തായാലും ഇതിനൊന്നും ന്യായീകരണങ്ങളില്ല. ഇതൊക്കെ എടുത്ത് ജനങ്ങൾ കുറച്ചുപേർ അറിയണം. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഡിസ്കഷൻ ആക്കി തന്നെ വെച്ചത്. അതുപോലും സംസാരിക്കാൻ പറ്റിയ ക്വാളിറ്റിയുള്ള സബ്ജക്ട് അല്ല. പദപ്രയോഗങ്ങൾ നടത്താതിരിക്കുന്നതും ഒരു മാധ്യമത്തിന് മുന്നിലോ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു രീതിയിൽ നടത്താൻ പാടില്ലാത്ത പദപ്രയോഗങ്ങളാണെന്ന് തീർച്ചയായിട്ടുള്ള ഒരു ബോധ്യത്തിന് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ ഒരു പദങ്ങൾ പ്രയോഗിക്കാത്തത്. പക്ഷേ തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർ അവരുടെ സത്യഭാമ എന്ന് പറയുന്ന കലാമണ്ഡലം സത്യഭാമയുടെ ഫേസ്ബുക്ക് പേജ് എടുത്തിട്ട് ആ ലൈവ് തീർച്ചയായിട്ടും ഒന്ന് കാണാം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഒരിക്കലും എങ്ങനെ ആകാൻ പാടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്ന വെറും സത്യഭാമ.